എന്തൊരു കാര്യത്തിനെയും പഠിക്കുന്നതിന് മുന്നേ ഇങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ. 80-20. 80% നമ്മൾ അറിയണം. വൈ ഷുഡ് ഐ ലേൺ ദിസ്? എന്തിന് പഠിക്കണമെന്നറിഞ്ഞാലേ എന്ത് പഠിക്കണം എന്ന് മനസ്സിലാകത്തുള്ളൂ. ആ 20% ഈ എന്തിന് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യത്തുള്ളൂ, നടപ്പാക്കത്തുള്ളൂ. ആദ്യം എന്ത് പഠിക്കണം? വൈ ഷുഡ് ഐ സെറ്റ് ഓഫർ? ആ വൈ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങളിത് നടപ്പാക്കത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വൈ ആണ്. ഇറസിസ്റ്റിബിൾ ഓഫർ. സ്കൂളുകാരെന്താ ഇറസിസ്റ്റിബിൾ ഓഫർ തന്നെ? ഏറ്റവും മികച്ച ജോലി, 100% പ്ലേസ്മെൻറ്റ് ആണോ? ഇപ്പം ഇതൊന്നും കോളേജുകാർ ഇതൊന്നും പറയത്തില്ല, 100% പ്ലേസ്മെൻറ്റ്. കാരണം ഇവൻ ബിടെക്കിന് കയറിയിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന ഒന്നും ഒരു വിലയും ഉണ്ടാകത്തില്ല. എന്നാലോചിച്ച് 2023 ഒരു പയ്യൻ ബിടെക്കിന് ജോയിൻ ചെയ്യുക, അവൻ 2030 ഇറങ്ങി വരാൻ. എന്ത് റെലവൻസ് ഉണ്ടാവും അന്ന് ഈ ലോകത്ത് അവൻ പഠിച്ചതുമായി ബന്ധപ്പെട്ട്? എന്താണ് വിദ്യാഭ്യാസം എന്ന് ഒന്ന് മനസ്സിലാക്കിക്കോണം. നമ്മുടെ സമൂഹത്തെ 3 കാറ്റഗറൈസ് ചെയ്യാം. 89% ഇവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവരുടെ സമയം കൊടുക്കുമ്പോഴാണ് ഇവർക്ക് കാശ് കിട്ടുന്നത്. ദേ ട്രേഡ് ദെയർ ടൈം ഫോർ മണി. 89% ദേ ട്രേഡ് ടൈം ഫോർ മണി. അപ്പോൾ ബിസിനസ്സുകാരായതുകൊണ്ട് നിങ്ങൾ സമയം കൊടുക്കുന്നില്ലെന്ന് വിചാരിക്കരുത്. ടെക്നീഷ്യൻ, മാനേജർ, ഓണർ, ഈ 3 പേരും അവൻ്റെ സമയം കൊടുക്കുന്നത് കൊണ്ടാണ് അവൻ്റെ ബിസിനസ് റൺ ചെയ്യുന്നത്. നിങ്ങളിൽ പലരും 89% വരും. പിന്നെ ഒരു 10% ആളുകൾ ദേ ട്രേഡ് ദെയർ സ്കിൽ ഫോർ മണി. അവൻ്റെ സ്കില്ല് കൊടുക്കുമ്പോൾ ലാലേട്ടൻ, മമ്മുക്ക, കോഹ്ലി, മെസ്സി, റൊണാൾഡോ ഇവരൊക്കെ എന്താ കൊടുത്തേ? അവരുടെ സ്കില്ല് കൊടുത്തപ്പോഴാണ് 10% ആളുകൾക്ക് എന്ത് കിട്ടിയത്? പൈസ കിട്ടിയത്. ഇനി ലോകത്തെ 1% ആളുകളുണ്ട്, ദേ ട്രേഡ് ദെയർ മണി ഫോർ മണി. കാശ് കൊടുത്ത് കാശുണ്ടാക്കും. ലോകത്തെ 89% സമ്പത്തിരിക്കുന്നത് ഈ 1%-ൻ്റെ കയ്യിലാണ്. 3 രീതി കാശുണ്ടാക്കാം. യു ക്യാൻ ട്രേഡ് യുവർ ടൈം ഫോർ മണി, സ്കിൽ ഫോർ മണി ആൻഡ് മണി ഫോർ മണി. എന്താ എക്സ്ട്രാ പ്രോഫിറ്റ്? യു ട്രേഡ് യുവർ മണി ഫോർ മേക്കിംഗ് മണി. എന്താണ് സ്കൂൾ സിസ്റ്റം? ഈ 1% ആളുകൾക്ക് അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. എന്താണെന്നറിയോ? ദേ വാണ്ട് ടു കീപ് ദം പുവർ. എന്നും ഇവനെ ദരിദ്രനായിട്ട് ഇരുത്തണം. അതിനെന്തുണ്ടാക്കി? സ്കൂൾ സിസ്റ്റം. 20 കൊല്ലം നീ സ്കൂളിൽ പോയി പഠിച്ചോണം, കോളേജിൽ പോയിക്കോണം. നിന്റെ തലയിൽ കാശ് എന്നൊരു സാധനം വരരുത്. ഹൗ ടു മേക്ക് മണി എന്ന് നീ ചിന്തിക്കുകയേ ചെയ്യരുത്. ആരോട് പറഞ്ഞു? ഈ 89%. അതിന് ഇവനെ നിർബന്ധിച്ച് സ്കൂളിലും കോളേജിലും വിട്ടു. ഇറസിസ്റ്റിബിൾ ഓഫർ. ഇവൻ എന്തിനാ അത് ചെയ്തേ? ഇവൻ്റെ കാശ് വെച്ചുണ്ടാക്കുന്ന ഇൻഡസ്ട്രി റൺ ചെയ്യാൻ അവന് ലേബേഴ്സിനെ വേണം, സാലറീഡ് ആയിട്ടുള്ളവരെ. അതിന് സ്കൂളിൽ പോകണം. അതുകൊണ്ടാണവേ ഒരു സ്കൂളിലും കോളേജിലും എങ്ങനെ കാശുണ്ടാക്കണമെന്നോ, എങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്യണമെന്നോ, എങ്ങനെ അത് ഗ്രോ ചെയ്യണമെന്നോ നമ്മുടെ മക്കളെ പഠിപ്പിക്കത്തില്ല. വൈ? ദേ വാണ്ട് യു ടു ബി പുവർ. പിന്നെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് മാനേജേഴ്സ് വേണം, സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വേണം. അതിനെന്ത് ചെയ്തു? 10% പേരെ നല്ല ബിസിനസ് സ്കൂളുകളൊക്കെ ഉണ്ടാക്കി, IIT പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെച്ചു. അവിടെ പഠിക്കുന്നവരെ അവൻ മാനേജറാക്കി, ഇവിടെ പഠിക്കുന്നവനെ അവൻ തൊഴിലാളിയാക്കി, ഇൻക്ലൂഡിങ് യു ആൻഡ് മീ. 20 കൊല്ലം അവൻ വരച്ചിട്ട വരയിൽ കൂടെ പോയവരാ നമ്മളെല്ലാം. A+B² എന്തോ കാര്യത്തിനായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഞൂഴ്ന്നിറങ്ങി വന്ന് നമ്മൾ ബിസിനസ്സുകാരായി. ആരാ പഠിപ്പിക്കുന്നേ? ടീച്ചർമാർ. ടീച്ചർമാർക്ക് എന്തുവാ സാലറി? 12,000 രൂപ. അവരെന്തുവാടോ കാശിനെ കുറിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിക്കണ്ടേ? അവർക്ക് എന്തറിയാം? ഹൗ ടു മേക്ക് മണി, ഹൗ ടു ഗ്രോ മണി, ഹൗ ടു മൾട്ടിപ്ലൈ മണി അവർക്കറിയുമോ? നോ. അവരതുകൊണ്ട് എപ്പോഴും പറയുന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ, സേവിങ്സ്. സേവിങ്സ് ആർ ഫോർ ദാറ്റ് 89%. സ്കൂളിംഗ് സിസ്റ്റമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സ്കാം. കാരണം ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ ഏറ്റവും കൂടുതൽ ഐഡിയ ഉണ്ടാകേണ്ട സമയം ആ സമയമാണ്. സ്കൂളിൽ ഒറ്റ കാര്യമുള്ളൂ, ഡിസിപ്ലിൻ. അത് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഇതവിടെ ഉണ്ടോ?
ഞാൻ പഠിക്കാതെ എങ്ങനെയാണ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നത്? എനിക്ക് കാശുണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണ് കാശുണ്ടാക്കാൻ എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുന്നത്? ഞാൻ സെറ്റ് ചെയ്യുന്ന ഓഫർ നിങ്ങൾ മേടിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഓഫർ സെറ്റ് ചെയ്യിക്കാൻ എനിക്ക് പറ്റുന്നത്? സ്കൂളിംഗ് ഈസ് ഓൾസോ ആൻ ഓഫർ.